ഞാൻ ആദ്യം ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് പേഴ്സണൽ കമന്റുകൾ വന്നിരുന്നു. താങ്കൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണ്, ഒരുപാട് കഴിവുകളുള്ള ആളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ. സോ ഇവരെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം ഒന്ന് പരിശോധിച്ചു. അതിൽ നിന്നും എനിക്കൊന്ന് മനസ്സിലായി, ഇദ്ദേഹം മുഴുവൻ എല്ലുകൾ ഒടിഞ്ഞവരെയും നടക്കാൻ വരെ സാധിക്കാത്തവരെ ഇദ്ദേഹം നടത്തി കാണിക്കുന്നു, ക്യാൻസർ രോഗികളെ ക്യാൻസർ മാറ്റിക്കൊടുക്കുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വീഡിയോ ആണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് സഹോദരിയുടെ വിഷൻ ക്ലിയർ ആയി. നേരത്തെ കണ്ണാടി വെച്ചാലും ഒരു മങ്ങലായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ണാടി വെക്കാതെ തന്നെ വളരെ വ്യക്തമായിട്ട് വായിക്കാൻ കർത്താവ് സഹായിക്കും. നാട്ടുകാരെ മുഴുവൻ ഹോസ്പിറ്റലിൽ പോകാൻ വിടാതെ പ്രാർത്ഥനയിലൂടെ അസുഖം മാറ്റുന്നു, കാഴ്ചശക്തി നൽകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് കണ്ണാടി നിർബന്ധമാണ്. പിന്നെ തലയിൽ വെച്ചിരിക്കുന്ന ഒന്നാന്തരം ഹെയർ ഫിക്സിംഗ് വിഗുമാണ്. അല്ല, കൊറോണ എന്ന മഹാമാരി ഈ ലോകം മുഴുവൻ ഒരുപാട് ജീവനുകളെ കവർന്നപ്പോൾ ഈ സഹോദരന്മാരെല്ലാം എവിടെയായിരുന്നു? പാസ്റ്റർ, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് കഴിവുള്ള ഒരാളാണെങ്കിൽ എൻ്റെ നാടായ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരണത്തോട് മല്ലിടുന്ന ഒരുപാട് ജീവനുകളുണ്ട്. അവരിൽ കുറച്ചുപേരുടെയെങ്കിലും അസുഖം ഒന്ന് മാറ്റിക്കാണിക്കുക. സോദര, ഞങ്ങൾ ജീവിക്കുന്ന 2024